അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഉണ്ടായല്ലോ UK-ല്. അപ്പൊ അതുപോലെ തന്നെ സ്കാമേഴ്സും ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട്. അവര് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവരെ സ്കാമിങ് ടെക്നിക്സ് ആയി. അങ്ങനെ സ്കാമിൽ പോയി വീഴുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ കൂടുതലാണ്. അതിപ്പോ നമ്മുടെ കുട്ടികളാണെങ്കിൽ പോലും, ഇപ്പോ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ പോലും ഒരുപാട് പേര് ഇതേപോലെ സ്കാമുകളിൽ ചെന്ന് പെടുന്നുണ്ട്. അപ്പോ അവര് മെയിൻ ആയിട്ട് ഈ സ്കാമേഴ്സ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾ മീൻസ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡൻസ് ആയിട്ട് നിൽക്കുന്നവര് സ്ട്രഗിൾ ആണല്ലോ എന്ന് വിചാരിക്കുന്ന കുറെ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അതെ, അത് എനിക്ക് ഇപ്പോഴും ഓർക്കാൻ പറ്റിയ ഒരു സ്കാം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ UK-ൽ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് HMRC എന്നൊരു കോൾ വന്നു. അത് ജസ്റ്റ് നമ്മുടെ നോർമൽ നമ്പർ 07 എന്ന് പറഞ്ഞ ആ നമ്പറാണ് UK-ൽ ബേസിക്കലി കാർ അടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഒരുപാട് ടാക്സ് അടച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര ടാക്സ് അടച്ചിട്ട് തിരിച്ച് റീഫണ്ട് ചെയ്യുന്നില്ല? എനിക്കപ്പോൾ ആ സമയത്ത് ജോലി പോലും ഇല്ലാണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ അവരുടെ തോന്നി എനിക്ക് ജോലി പോലും ഇല്ല, എങ്ങനെ ടാക്സ് അടയ്ക്കാനാന്ന് ചോദിച്ചു. UK വന്നിട്ട് ജസ്റ്റ് 1 വീക്കിനുള്ളിൽ തന്നെ ഈ ഇൻഫർമേഷനൊക്കെ എങ്ങനെ ലീക്ക് ആവും എന്നുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഓരോ ആപ്ലിക്കേഷനൊക്കെ സൈൻ ചെയ്യുമല്ലോ, അതുകൂടാതെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇൻഫർമേഷൻ ഒരുപാട് ലീക്ക് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ അതുകൂടാതെ ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്കാം ആയിരുന്നു NHSC ജോബ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു വന്നത്. നമ്മൾ UK ഉള്ള ആൾക്കാർ നോക്കുമ്പോൾ NHSC ജോബോ അത് ആര് വിശ്വസിക്കുമെന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ ഔട്ട്സൈഡ് ഓഫ് UK ഒരു ഫോറിൻ കൺട്രിയിൽ ഒരാൾ NHS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. ഹെൽത്ത് കെയർ സെക്ടർ ഗവൺമെന്റ് ജോലി, അതിപ്പം അവർ വിചാരിക്കും ഏജൻസി വഴി നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്ന്. പക്ഷേ ഇവര് അത് ഒരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ഇൻഫ്ലുവൻസേഴ്സ്, എല്ലാവരും അല്ല കേട്ടോ, മിസ്ലീഡ് ചെയ്യുന്നു. അവർക്കും അതിനെക്കുറിച്ച് അവെയർ അല്ല. അവർ ചിലപ്പോൾ പുതിയതായിട്ട് UK വന്നവർ ആ വ്യക്തികളായിരിക്കും. അപ്പൊ അങ്ങനെ മിസ്ലീഡ് ചെയ്ത് അങ്ങനെയും പോയി പെട്ട കുറെ ആൾക്കാരുണ്ട്. 10-20 ലക്ഷം രൂപയൊക്കെ പോയിട്ടുണ്ട്. ലോൺ എടുത്ത് കടമെടുത്ത് അങ്ങനെ ജോബിന്റെ പേരിൽ പൈസ മേടിച്ചിട്ടെ അങ്ങനെ ഒരുപാട് ട്രാപ്പിൽ പെട്ടുപോയ ആൾക്കാരുണ്ട്. സ്റ്റിൽ ഞാൻ അങ്ങനെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഡാറ്റ ലീക്ക് ആവുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ റീസെന്റ് ഒരു ആർട്ടിക്കിൾ വായിച്ചത്, നമ്മുടെ മോൺസോ ബാങ്ക് ഉണ്ടല്ലോ, ഇവിടുത്തെ ഓൺലൈൻ ബാങ്ക്, അവർക്ക് 21 മില്യൺ പൗണ്ട്സ് ഫൈൻ വീണതിന്റെ റീസൺ. ഇപ്പൊ നമ്മൾ ആർട്ടിക്കിൾ ഫുൾ വായിക്കുമ്പോൾ കോമഡിയാണ്. ആൾക്കാർ അക്കൗണ്ട് എടുത്തേക്കുന്നത് ബക്കിംഗ്ഹാം പാലസിന്റെ അക്കൗണ്ടിലൊക്കെയാണ്. അപ്പൊ അതുപോലും വെരിഫൈ ചെയ്യാതെയാണ് ഈ പറഞ്ഞ പോലെ ബാങ്ക്സ് അക്കൗണ്ടുകൾ കൊടുക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഒബ്വിയസ്ലി സ്കാമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും യൂസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ആയിരിക്കും. അപ്പൊ അവരെ ട്രേസ് ചെയ്യാനും പറ്റുന്നില്ല. ഈ പറഞ്ഞ പൈസ അക്കൗണ്ടിൽ വരുന്നുണ്ട്. അവസാനം പെട്ടപ്പോ മോൺസോ പെട്ടു. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരുടെ ഡേറ്റ ചിലപ്പോൾ ലീക്ക് ആവുന്നുണ്ടായിരിക്കും. അതിനകത്തായിരിക്കും നമുക്ക് ഈ വരുന്ന പോലെ നിങ്ങളുടെ കാർ ഇടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടും, അക്കൗണ്ട് ഡീറ്റെയിൽസ് വരാൻ. അത് എനിക്ക് ഒബ്വിയസ്ലി UK-ൽ വന്ന ആദ്യ സമയങ്ങളുള്ള എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനത്തെ കോളുകൾ അല്ല. ഇപ്പൊ സ്കാമേഴ്സിനെ കുറിച്ച് ഒരുപാട് പറയാനാണെങ്കിൽ ഇപ്പൊ പുതിയൊരു ടെക്നിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് റീസെന്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ വഴി ഞാൻ അറിഞ്ഞതാണ്. അപ്പോൾ ഇപ്പൊ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡർ, അവരുടെ വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ്. അതിപ്പോൾ പിൻട്രസ്റ്റ് നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോൾ പുതിയൊരു വെബ്സൈറ്റ് അവരുടെ മൊത്തം അപ്ഗ്രേഡ് ചെയ്ത രീതിയിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ അതേ സംഭവം തന്നെയായിരിക്കും കോപ്പി പേസ്റ്റ് ചെയ്ത് ഇപ്പുറത്ത് വെച്ചേക്കുന്നത്. അതപ്പോൾ ഞാനിത് പറയുന്നത് സൈബർ സെക്യൂരിറ്റിക്കാരനായതുകൊണ്ടാണ്, ഞാൻ സൈബർ സെക്യൂരിറ്റി ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് സംസാരിക്കും, ഇങ്ങനെ കുറച്ച് ടോപ്പിക്ക് സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ഒരു മിറർ ഇമേജിംഗ് ടെക്നിക്ക്, അങ്ങനെ സിമിലർ സംഭവമാണ് ഇത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആ സെയിം വെബ്സൈറ്റ് തന്നെ അവർ കോപ്പി ചെയ്ത് വെച്ചേക്കണം. നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സും എന്താ പറയുക, നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് വരെ അതിൻ്റെ അകത്ത് അടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് ഇവർ നമ്മുടെ പേരിൽ വല്ല പ്രൊഡക്റ്റോ അല്ലെങ്കിൽ വല്ല കോൺട്രാക്റ്റോ എല്ലാം എടുക്കും. നമുക്കത് നമ്മുടെ വീട്ടിലേക്ക് മെയിലിലേക്ക് ദൂരും. നമ്മളത് നോക്കുമ്പോൾ നമ്മളിത് വന്നിട്ടില്ല. അപ്പോൾ ഇവർ വിളിക്കും, സ്കാമേഴ്സ് വിളിച്ച് കഴിഞ്ഞിട്ട് അവർ പറയും ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, സോറി ഞങ്ങൾ അറിയാണ്ട് ചെയ്തതാണ്, നിങ്ങളത് റിട്ടേൺ ചെയ്യുക, ഞങ്ങളുടെ ആളൊന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ അവരുടെ ആൾ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഐഫോണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കോൺട്രാക്റ്റോ സിമ്മോ അത് കളക്ട് ചെയ്തുകൊണ്ട് പോകും. എന്നിട്ട് അവരത് യൂസ് ചെയ്യും, അല്ലെങ്കിൽ മറച്ചു വെക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പൈസ നമ്മൾ മാസം നമ്മുടെ കയ്യിൽ നിറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയ അങ്ങനെ സ്കാമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ ഇവർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ലൂപ്പ് ഹോൾ മൊത്തം അടച്ചിട്ട് വരുമ്പോഴേക്കും ആ സിസ്റ്റത്തിൽ വേറെ ലൂപ്പ് ഹോൾ കാണും. അത് അവർ കണ്ടുപിടിച്ച് അതെങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ പൈസ മാസം അടക്കുന്നത് ആൾക്കാർ അറിയുമല്ലോ, മന്ത്ലി ഡയറക്റ്റ് ഡെബിറ്റ് പോകണുണ്ടെന്ന്. ഇതൊരു രീതിയിൽ ഇവർക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇതുപോലെ സൈബർ ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഒരു ഇത് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇവരുടെ കമ്പനി തന്നെ വിളിച്ച് സംസാരിക്കും, കസ്റ്റമർ കെയറിന്റെ സംസാരിക്കും, അതെ. പക്ഷെ അവിടെ ഇപ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ന് പറഞ്ഞാൽ സർവീസ് പ്രൊവൈഡർ ഇപ്പോൾ ഒരു ഐപാഡോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു ഐഫോണോ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
എന്ന് പറഞ്ഞാൽ അവർ അതിനൊരു എന്തെങ്കിലും നമ്മുടെ ഒന്നും ചോദിക്കും, നമ്മളല്ലേ അതിനൊരു സൊല്യൂഷൻ അവർ പറയും. അപ്പൊ അത് നമ്മൾ എഗ്രി ചെയ്യേണ്ട ഒരു ലെവലിലേക്ക് നമ്മൾ. എനിക്ക് തോന്നുന്ന കമ്പനിയുടെ ഭാഗത്ത് നോക്കുമ്പോ ഈ സ്കാമേഴ്സ് എന്താ പറയാ, ഇത് എടുക്കുന്നത് ഒറിജിനൽ കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്നായിരിക്കും. നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മള് ഡീറ്റെയിൽസ് എടുത്തു പിടിച്ചിരുന്നത് ഫേക്ക് വെബ്സൈറ്റിലായിരിക്കും. പക്ഷെ കമ്പനിയുടെ എന്റെ നോക്കുമ്പോ ഡീറ്റെയിൽസ് നമ്മുടെയാണ്, ഡീറ്റെയിൽസ് നമ്മുടെയാണ്, അഡ്രസ് നമ്മുടെയാണ്. അപ്പൊ അത് ഒരു ചാലഞ്ച് ആണ്. പക്ഷെ ഇങ്ങനത്തെ സ്കാമിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് സേഫ്റ്റി മെഷേഴ്സും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇത് ഇനിയാണ് അത് വരേണ്ടത്. ഇതിന്റെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോ റീസെന്റ് വന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനെതിരെ അവര് പ്രിക്കോഷൻസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാരും അവെയർ അല്ല ഇങ്ങനെ സ്കാംസ് ആണ്. സ്പെഷ്യലി പുതുതായിട്ട് യുകെയിലോട്ട് വരുന്നവര് ഒരിക്കലും അവെയർ അല്ല. അവര് പറഞ്ഞ പോലെ ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിയതായിരിക്കും എന്ന് പറഞ്ഞു ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ വരുമ്പോ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കുന്നു. പിന്നീടാണ് ഇതിന്റെ എന്താ പറയുക കോൺസിക്വൻസസോ അല്ലെങ്കിൽ പൈസ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അറിയുന്നത് എല്ലാ മാസവും. പിന്നെ കുറെ പേര് ചിലപ്പോ ശ്രദ്ധിക്കണമെന്ന് പോലും ഇല്ല. ഇപ്പൊ 20 പൗണ്ടോ 30 പൗണ്ടോ പോലത്തെ അമൗണ്ട് മന്ത്ലി ഒരു ദിവസം അക്കൗണ്ടിൽ നിന്ന് കട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ വലിയ എമൗണ്ട് അല്ല. നമ്മൾ എത്ര പേരുണ്ട് എല്ലാ ദിവസവും ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യുന്നത്? ചിലപ്പോൾ സാലറി വരുന്ന ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാന്നല്ലാണ്ട് ബാലൻസ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നല്ലാണ്ട് ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ആ ഒരു ഹാബിറ്റ് നമുക്ക് ഇല്ല. അത് അങ്ങനെ ചെക്ക് ചെയ്യണം എന്നാണ് ഞാൻ പറയുള്ളേ. പക്ഷെ അങ്ങനെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അങ്ങനെ ചെക്ക് ചെയ്യാത്ത ഭൂരിപക്ഷം ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മളിപ്പോ നമ്മുടെ അക്കൗണ്ടിൽ കയറി ചില ബാങ്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓക്കെ ഇന്ന ട്രാൻസാക്ഷൻ പെൻഡിങ്ങിൽ കിടക്കും, മനസ്സിലായോ? അത് പക്ഷെ നമ്മൾ ഓക്കെ അത് പെൻഡിങ്ങിൽ കിടക്കും, അതിലിപ്പോ പിന്നെ പോകുമായിരിക്കും, നമ്മൾ വിട്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വിട്ട് പിന്നെ നമ്മളത് മൂവ് ഓൺ ചെയ്യും. പക്ഷെ റിയാലിറ്റി ചിലപ്പോൾ സംഭവിക്കുന്ന പറഞ്ഞാൽ അതിന്റെ 2 പേയ്മെന്റ് പിന്നെ പോയി കാണും. 30 കൊണ്ട് 2 തവണ 60 കൊണ്ടായിട്ട് പോയി കാണും. നമ്മൾ പിന്നെ അക്കൗണ്ടിൽ കയറി നോക്കുമ്പോൾ ഓക്കെ ഇങ്ങനെതാണ് ട്രാൻസാക്ഷൻ പോയത്, അങ്ങനെ ചില ആൾക്കാർ വിട്ട് കെയർലെസ് ആയിട്ട് വിടും. ചില ആൾക്കാർ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ പൈസ കൂടുതൽ പോയിട്ടുണ്ട്. അപ്പൊ ബാങ്കിനെ കോൺടാക്ട് ചെയ്യുമല്ലോ. പിന്നെ അതുപോലെ ഇപ്പം പല ബാങ്കുകളും പല പ്രിക്കോഷൻസ് എടുക്കുന്നു. ഇപ്പൊ 1000 പൗണ്ടിന് മണ്ടേലൊക്കെ ട്രാൻസാക്ഷൻ പോകുവാണെങ്കിൽ അവരൊരു 2 സ്റ്റെപ്പ് ഓതന്റിക്കേഷൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല നമ്മൾ എക്സ്ട്രാ അതായത് കൂടുതൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയാൽ ഇപ്പൊ അത് നടക്കത്തില്ല. കാരണം ബാങ്ക് അത് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് അവര് നമ്മൾ നേരിട്ട് ബാങ്കിനെ വിളിച്ച് സംസാരിച്ച് എന്നിട്ട് അവർക്ക് അത് ക്ലിയർ ആവണം ഈ അക്കൗണ്ടിന്റെ ഓണർ ആണ് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ പേ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ബാങ്കിന്റെ ആപ്പ് ഒന്നുകൂടെ നമ്മുടെ അടുത്ത് ചോദിക്കും ഇത് സ്കാമർ അല്ല നിങ്ങൾക്ക് ഉറപ്പാണോ, എന്നിട്ട് മാത്രമേ പേയ്മെന്റ് പോവുള്ളൂ. ഇപ്പൊ അഥവാ പറഞ്ഞാല് ബൈ മിസ്റ്റേക്ക് അല്ലെ അൺഫോർച്ചുനേറ്റ്ലി സ്കാം ആവുകയാണെന്നുണ്ടെങ്കിൽ പൈസ റിക്കവർ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ബാങ്ക് തന്നെ നമ്മൾ പ്രോപ്പർ എവിഡൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് ആ ടൈം പീരീഡിനുള്ള പോയ എമൗണ്ട് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലോട്ട് റിക്കവർ ചെയ്ത് തരുന്ന ഓപ്ഷൻസും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ ആരും ഇതിനെപ്പറ്റി ഒന്നും അവെയർ അല്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നവർ മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിനെപ്പറ്റി തിരക്കുകയുള്ളൂ. അല്ലാതെ ഉള്ളവരൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഓക്കെ വർക്ക് ചെയ്യുന്നു, സാലറി വരാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഡെയിലി പർച്ചേസിന് വേണ്ടിയിട്ട് ഒരു ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ വേണം, ജസ്റ്റ് ആ ഒരു ഫ്ലോയിൽ അവർ പോകും. അങ്ങനെ സ്കാമേഴ്സിന്റെ ഒരു ലീഗ് തന്നെ ഇപ്പൊ ഉണ്ട്. ഇവിടെ വന്ന സമയത്ത് ഒരു സ്കാമില്ലായിരുന്നു ഈ ടാക്സിന്റെ കാര്യം പറഞ്ഞു വിളിക്കുന്നത്. നിങ്ങൾ ഇത്ര എമൗണ്ട് HMRC എന്നാ വിളിക്കുന്നത്, നിങ്ങൾ ഇത്ര എമൗണ്ട് ടാക്സ് അടയ്ക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് അതൊരു ആയിടയ്ക്ക് ഒരു വലിയ ഒട്ടുമിക്ക എല്ലാവർക്കും വരുന്ന ഒരു സ്കാം. പിന്നെ അതേപോലെയാണ് നിങ്ങളുടെ കാറ് ആക്സിഡന്റ് ആയാൽ അറിയാം ക്ലെയിം ഉണ്ട്, അപ്പൊ നിങ്ങളുടെ ഡീറ്റെയിൽസ് തരാണെങ്കിൽ ക്ലെയിം എമൗണ്ട് തരാം. നമ്മള് പലർക്കും ആ കോള് വരുന്ന സമയത്ത് നമുക്ക് കാർ പോലും കാണില്ല. എനിക്ക് വന്നിട്ടുണ്ടാകും, എനിക്ക് ഇവിടെ ലൈസൻസ് പോലും ഇല്ല. അത് ഏതാ ഈ HMRC എന്ന് വരുന്ന കോൾസ് അവർ HMRC തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഒരിക്കലും ഡയറക്റ്റ് കോൾ ചെയ്യില്ല, പോസ്റ്റ് മാത്രമേ അയക്കുള്ളൂ. അപ്പൊ മെയിൽ പോലും വരില്ല. നിങ്ങൾ അതിനെ കുറിച്ച് അവെയർ ആയിട്ടിരിക്കണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുതിയതായിട്ട് UK വരുന്ന ഒരാൾക്ക് അവർക്ക് ഇത് അറിയില്ല. നമ്മളെ പോലെയുള്ള ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവരത് അറിയുള്ളൂ. അങ്ങനെ പിന്നെ ഇപ്പോ എന്താ പറയാ എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഓവർ ക്വാളിഫൈഡ് ആയിട്ട് ലോ ലെവൽ ജോബ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരായിരിക്കും കൂടുതൽ മെജോറിറ്റിയും. അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല. ജോബ് മാർക്കറ്റ് വൈഡ് ആണെന്ന് പറയുന്നുമുണ്ട്. പിന്നെ സിറ്റുവേഷൻസ് കാരണമാണ് പല ആൾക്കാരും ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ഡോക്ടേഴ്സ് കെയർ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതൊരു കെയർ ഹോമിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നോക്കിയാൽ മതി എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, ഡാറ്റ അനലിസ്റ്റ്, MNCക്ക് വേണ്ട എല്ലാ ആൾക്കാരും എന്ന് പറയുമ്പോൾ കെയർ ജോലി അത്ര മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ
ഒരാൾ പഠിച്ച ഒരു ഫീൽഡിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര കോമ്പറ്റീഷൻ ആയിട്ട് മാറ്റിക്കളഞ്ഞു. കെയർ ജോലി എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല. ഒരു മെഡിക്കൽ ഫീൽഡിൽ പഠിച്ച ആൾക്കാർക്ക് കെയർ ജോലി ചെയ്യാൻ പറ്റും. ഇവിടെ പറഞ്ഞ പോലെ മെഡിക്കൽ ഫീൽഡ് അല്ലാത്തവര് പോലും, അല്ലാത്ത മെഡിക്കൽ ഫീൽഡിലെ ഈ എഞ്ചിനീയേഴ്സ്, ഇപ്പൊ ഈ IT-ക്കാര് അങ്ങനെ ഒക്കെയുള്ള ഒരാള് അതായത് ഒരു നമ്മൾ പഠിച്ച ഒരു കോഴ്സ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാൾ ചെയ്യേണ്ട ജോലിയല്ല കെയർ ജോബ് എന്ന് പറയുന്നത്. ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ അതിനെപ്പറ്റി അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ അതിനെപ്പറ്റി കുറച്ചും കൂടെ അവർക്ക് ആധികാരികമായിട്ട് അറിയാനും പറ്റും, നോളജ് ഉണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്തപ്പോ ഒരു മാനേജ്മെന്റ് ലെവലിലൊക്കെ ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല, ജോലിയല്ല. കെയർ ജോബ് നോക്കുമ്പോ മെയിൻലി ഇപ്പൊ ഫാമിലീസ് ആയിട്ട് വരുന്നവര്, അല്ലെ ഇപ്പൊ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ പോലും ഒരു ഈസി പാത്ത് ഫോർ എ സെറ്റിൽമെന്റ്, അതായത് ഇവിടെ ലോങ് ടേമിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടും എടുക്കുന്നുണ്ട്. കാര്യം ഹോണസ്റ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ജോബ്സ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു ടയർ 2 സ്പോൺസർഷിപ്പ് അല്ലെ വർക്ക് പെർമിറ്റ് കിട്ടിയിട്ട് ഈ നാട്ടിൽ നമുക്ക് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ ഭയങ്കര ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അൾട്ടിമേറ്റ്ലി നോക്കുമ്പോൾ ഓക്കെ, കെയർ ജോബ് ഒരിക്കലും ഒരു മോശപ്പെട്ട ജോലിയല്ല. ഒരുപാട് ഈ പറഞ്ഞ പോലെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് വരുന്ന ഒരുപാട് പേര് ചെയ്യുന്ന ജോലിയാണ്. അവരവരുടെ ഫാമിലിയെയും ബാക്ക് ഹോമിലുള്ള പാരന്റ്സിനെ ആണെങ്കിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നത് ആ ജോലി ചെയ്തിട്ടാണ്. പിന്നെ അതിന് ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പോൾ പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കെയർ ജോബിൽ പ്രോഗ്രസ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല വീക്കിലി ചിലപ്പോ 3-4 ദിവസം വർക്ക് ചെയ്താൽ മതി. കാരണം ലോങ് അവേഴ്സ് ആണ് മെയിൻലി കെയർ ജോബ്. അതെ, പിന്നെ അത് മാത്രം വേറെ ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉണ്ട്. നല്ല കെയർ കമ്പനികളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ്, ഇപ്പൊ നഴ്സിംഗ് പഠിക്കണമെങ്കിൽ പോലും പല കമ്പനീസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ അവർ ഫണ്ട് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരൊരു കോൺട്രാക്ട് വെക്കും. ഇത്ര നാൾ അവരുടെ ഒപ്പം ജോലി ചെയ്യണം. പിന്നെ അവർ പഠിപ്പിച്ചു കഴിഞ്ഞ് പിന്നെ അവർക്ക് അപ്പൊ തന്നെ നോക്കി പോകാലോ. അത് അങ്ങനെ ഒരു പ്രാക്ടിക്കലി അല്ല, അവർക്കും പ്രാക്ടിക്കൽ അല്ല, എടുക്കുന്ന ആൾക്കും ബെനിഫിറ്റ് ഇല്ല. പക്ഷെ പ്രോഗ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കമ്പനിയുടെ കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവർ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യും. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കെയറർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് മാനേജേഴ്സും ഈ പറഞ്ഞ ഹോമിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇൻ ഷോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരുപാട് റൂൾസ് ചേഞ്ചസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും സ്ട്രഗിൾ ചെയ്യാൻ മൈൻഡുള്ള ആൾക്കാർ ഇവിടെ വരികയാണ്. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ മാസ്റ്റേഴ്സിന് വേണ്ടി വരികയാണെങ്കിൽ അവർക്ക് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, ഈ രാജ്യം ഈ പറഞ്ഞ എക്സ്പ്ലോർ ചെയ്യാം. ഈ പറഞ്ഞ പോലെ ടൂർ വൈസ് ആണെങ്കിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, ജോബ് വൈസ് ആണെങ്കിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിയെല്ലാം അവരവരുടെ ഹാർഡ് വർക്കും ടാലന്റും. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, അതിനനുസരിച്ച് ഒരു ഫ്രീഡം ഉണ്ട് ഒരു ഇൻഡിവിജ്വലിന് വേണ്ടി. അപ്പൊ ഞാൻ പിന്നെ ആലോചിക്കുന്ന ഇപ്പൊ ഒരു ഐ ടി എന്ന് പറയുന്ന സംഭവം നമ്മൾ ആലോചിക്കുന്നത് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞത് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് വല്ലോ എഞ്ചിനീയറോ അല്ലെങ്കിൽ IT ബാക്ക്ഗ്രൗണ്ടിലായ വേറെ എന്തെങ്കിലും ബാച്ചിലേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ അതിന് മാസ്റ്റേഴ്സും IT എടുത്ത് അങ്ങനെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് സെക്യൂർ ആയിട്ട് വന്ന ഒരാൾ അങ്ങനെ ഒരാൾ കെയർ ഫീൽഡിലേക്ക് പോകുക ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ അവന് വേറെ ചോയ്സ് ഇല്ല. സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻസ് കിട്ടുന്നില്ല. ഓപ്ഷൻസും ഈ പറഞ്ഞ ക്ലോസ് ആയിക്കൊണ്ട് ഡേ ബൈ ഡേ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മാസ്റ്റേഴ്സ് പഠിച്ച സ്റ്റുഡൻസും ഇവിടുന്ന് ഡിഗ്രി എടുത്ത സ്റ്റുഡൻസ് അണ്ടർ ഗ്രാജുവേറ്റ്സും ഇവർക്കൊന്നും ജോലിയില്ല. ഇവർക്ക് എല്ലാ ദിവസവും ഇവരെല്ലാവരും സംസാരിക്കുമ്പോൾ കോമൺ ആയിട്ട് പറയാനുള്ള ഒരു മെയിലിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ അവർ ഗോസ്റ്റ് ചെയ്തു ഇന്റർവ്യൂവിന് ശേഷം അങ്ങനെ കുറെ സംഭവങ്ങളാണ് വരുന്നത്. നമ്മള് ഇപ്പൊ ഇത്രയും പൈസ മുടക്കി ഇവിടെ വരുന്ന ഒരു സ്റ്റുഡന്റിന് അറ്റ്ലീസ്റ്റ് കോഴ്സ് കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്യൂച്ചർ ഇല്ല. പക്ഷെങ്കിൽ അതിന് അവരെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. എന്ത് റൂൾ ചേഞ്ച് ആയാലും എന്തെങ്കിലും ഒരു കൺസെഷൻ എന്തെങ്കിലും കൊടുത്തിട്ട് അവരുടെ ആ ഫീൽഡിൽ ഒരു ചാൻസ് ആ ഫീൽഡിൽ ജോലി കൊടുക്കാം. പക്ഷെ ഒരുപാട് ഈ ഗ്രാജുവേറ്റ് സ്കീം അങ്ങനത്തെ കുറെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കുറെ പ്രോഗ്രാംസ് ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഗ്രാജുവേറ്റ് സ്കീം ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെ പ്രോഗ്രാംസ് ഉണ്ട്, ഇതിനെപ്പറ്റി ആരും അറിയുന്നില്ല. മെയിൻലി കോഴ്സ് കഴിയുന്നു, ഈ പറഞ്ഞ പോലെ ഏറ്റവും പെട്ടെന്ന് ഒരു വർക്ക് പെർമിറ്റിലോട്ട് മാറുക, ലൈഫ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ഫാമിലി ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഫാമിലിയെ സെക്യൂർ ചെയ്യുക, തനിച്ച് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ
അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാനുള്ള ഒരു മൈൻഡിൽ നിൽക്കുമ്പോൾ അത് UK എത്തിക്കഴിഞ്ഞ ഒരു കോഴ്സ് എടുത്തിട്ട് നമ്മൾ UK വരുവാന്നിരിക്കട്ടെ, ഒരു 20 lakhs എങ്കിലും വേണമല്ലോ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി. അപ്പൊ ആ ഒരു കോഴ്സ് എടുത്ത് ഒരു സ്റ്റുഡന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ഒരു 4 days യൂണിവേഴ്സിറ്റി പോകുന്നുണ്ടായിരിക്കും, മിച്ചമുള്ള ഒരു 2 days അല്ലെങ്കിൽ 3 days അവന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റിൽ അവൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ്ലി പാക്ഡ്. അതെ. അപ്പൊ ഇതിന്റെ അപ്പുറത്ത് ഒരു ഔട്ടർ സർക്കിളിൽ പോയിട്ട് ചിന്തിക്കാൻ ഒരു ടൈം അവന് കിട്ടുന്നില്ല. ആ ഒരു സംഭവം നമ്മൾ നോക്കണല്ലോ. പിന്നെ ഏറ്റവും എനിക്ക് തോന്നുന്നു എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം സ്റ്റുഡന്റ് ലൈഫ് ആണ് ഞാൻ പറയുള്ളൂ. അത് കഴിഞ്ഞ് സ്റ്റുഡന്റ് ലൈഫിന്റെ അത് കഴിഞ്ഞ് PSW എന്ന് പറഞ്ഞ സെക്ഷനോ അല്ലെങ്കിൽ ജോബ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ലൈഫ് ചേഞ്ച് ആണ്. കാരണം സ്റ്റുഡന്റ് ലൈഫിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും യൂണിവേഴ്സിറ്റീസിൽ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. പക്ഷെ ഇനി വരുന്ന സ്റ്റുഡൻസ് അതിനെപ്പറ്റി നേരത്തെ എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ചാൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ ചാൻസ് ഉള്ള ഏതെങ്കിലും ഒരു കോണ്ടാക്ട് അവർക്ക് ആ സ്റ്റുഡന്റ് പീരീഡിൽ തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റീസിൽ നടക്കുന്ന പ്രോഗ്രാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ജോബ് ഫെയർസ് ഉണ്ട്. ജോബ് ഫെയർസ് അതെ, ഞാൻ ഈ ജോബ് ഫെയറിനെ കുറിച്ചൊക്കെ വളരെ ലേറ്റ് ആയിട്ട് അറിഞ്ഞത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മൾ വരുമ്പോ പ്രൈമറിൽ നമ്മൾ അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലിങ്ക്ഡിൻ ഉണ്ട്, ഇൻഡീഡ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് അപ്ലൈ ചെയ്താലേ ജോബ് കിട്ടുള്ളൂ. പക്ഷെ എല്ലാ കൗൺസിലുകളിലും ആനുവലി 2 അതിൽ കൂടുതൽ പ്രാവശ്യമോ ഇതുപോലെ ജോബ് ഫെയർസ് നടത്തുന്നുണ്ട്. അപ്പൊ നമ്മളവിടെ പോകുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളത് കിട്ടാക്കനിയല്ല. കിട്ടാനുള്ള ചാൻസസ് ഒരുപാടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞപ്പോ ഒരുപാട് ലേറ്റ് ആയി. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്ന ടൈമിൽ ഇത് അറിയുമായിരുന്നെങ്കിൽ എനിക്ക് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞ റൂൾസ് ഒക്കെ ചേഞ്ച് ആയി കഴിഞ്ഞ് പിന്നെ ഞാൻ ജോബ് ഫെയറിന് പോയായിരുന്നു, ഒരു IT ജോബ് ഫെയർ ആയിരുന്നു. അപ്പൊ ആ ഒരു ജോബ് ഫെയറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫ്രഷറാണ്. അപ്പൊ അവർ തന്നെ പറഞ്ഞു ഫ്രഷറല്ലേ, അപ്പോൾ പാടായിരിക്കും കിട്ടാൻ, നല്ല ടൈറ്റ് മാർക്കറ്റാണ് അവർ തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. മനസ്സിലായി? അങ്ങനെ എല്ലാം ഓപ്പൺ, ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും അങ്ങനെ ഒരു രീതിയിൽ അവർ പറഞ്ഞു. നോക്കിയിട്ട് കാര്യമില്ല, വേറെ നോക്കുക, ഇന്റേൺഷിപ്പ് സ്കീം വരും, അല്ലെങ്കിൽ അപ്രന്റീസ് ആ ഒരു സംഭവമൊക്കെ വരും, അതൊക്കെ വരും എന്നൊക്കെ നോക്കി അങ്ങനെയൊക്കെ അതിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവമൊക്കെ. എനിക്ക് പിന്നെ ഈ റൂളൊക്കെ ചേഞ്ച് ആകുന്നതിന് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ഇന്റർവ്യൂവിനൊക്കെ ആയി, അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് റെഡിയായി, അവരെല്ലാത്തിനും ഓക്കെ പറഞ്ഞ് അങ്ങനെ റെഡി ആയിട്ട് നമ്മളാണ് ഈ റൂൾ ചേഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞ് റൂൾ ചേഞ്ച് വന്നത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഇവരെ കുറിച്ച് തീരെ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒന്നെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറഞ്ഞാൽ മെയിൽ അയക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മളെ വേറെ ഇൻഫർമേഷൻ ഒന്നും തരാതെ അങ്ങനെ. UK ഒരിക്കലും ഒരു മോശപ്പെട്ട രാജ്യമാണോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഓക്കെ, UK വന്നതിന് എനിക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതെ, പിന്നെ നമുക്കൊന്ന് സെറ്റിലായി കാണണം എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് ടു ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സ്കീം തന്നെയാണ് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും. അതെ, ഈ പറഞ്ഞ എല്ലാ ഡോർസും ക്ലോസ് ആയിക്കൊണ്ടിരിക്കുക. ഓപ്പൺ ആയിട്ടുള്ള ഡോറിലാണെങ്കിൽ റഷും കൂടുതലാണ്, പറ്റാൻ പറ്റുമോ നമുക്കറിയില്ല. അതെ, ഒരു നല്ല തിരക്കുണ്ട്. അത് കൂടാതെ ഇപ്പം ഒരുപാട് ആൾക്കാർ തിരിച്ച് ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ട്. അതൊരു വൈസ് ഡിസിഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ഇതാണല്ലോ, ഓരോ ക്യാരക്ടർ. അപ്പോൾ അവർ ചിലര് അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു വൈസ് ഡിസിഷൻ ആയിരിക്കും, വേറൊരാളെ സംബന്ധിച്ച് പിന്നെ ചിലപ്പോൾ അതൊരു റോങ് ഡിസിഷൻ ആയിരിക്കും. പക്ഷെ അത് എങ്ങനെ നോക്കിയാലും അത് അവരുടെ ചോയ്സ് ആണല്ലോ, അവരാണ് പിന്നെ തീരുമാനിക്കേണ്ടത്. ഇന്ത്യയിൽ പോയി തിരിച്ച് ഇന്ത്യയിലല്ല, ഇന്ത്യ എന്നല്ല, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അവരുടെ തിരിച്ചുള്ള കൺട്രീസിൽ പോയിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളവരും ഉണ്ട്. അതിന്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത് വൺസ് നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ നമുക്ക് തിരിച്ചു വരണം, അവിടുത്തെ ലൈഫായിരുന്നു ബെറ്റർ എന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ടേക്ക് വരാനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതാണ്. കാരണം ഇവര് ഓവർസീസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇനി ഒരാൾക്ക് UK-ന്ന് ഉള്ളിലുള്ള ആൾക്കാർക്കല്ലാതെ പുറത്തുനിന്ന് ഒരാൾക്ക് ഒരു ജോബ് വിസയിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ പുറത്ത് പോകുന്നത് നമ്മുടെ സ്വന്തം കൺട്രിയിലേക്ക് പോകുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ പോകുമ്പോൾ നമ്മൾ അതും കൂടെ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണ്ടി വരും പോകാൻ വേണ്ടി. കാരണം ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് നമുക്ക് അല്ല അവിടുത്തെ ലൈഫ് തന്നെയായിരുന്നു ബെറ്റർ, അതായിരുന്നു നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് ആലോചിച്ചാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും സ്റ്റുഡന്റ് ആയിട്ട്. പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കുറച്ചു കാലത്തേക്ക് അത് ഒരു വൈസ് ചോയ്സ് അല്ല. ഇപ്പോഴത്തെ ജോബ് മാർക്കറ്റും സ്ട്രഗിൾസും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ വീണ്ടും ഒരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒട്ടും വയസ്സായിട്ടുള്ള ഒരു ചോയ്സ് അല്ല. കാരണം നമ്മള് മൈനസിൽ നിന്ന് വീണ്ടും മൈനസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞു, ഏജൻസികള്
നമുക്ക് ഇവിടെ ഒന്നും കൂടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസ്റ്റേഴ്സും കൂടെ എടുക്കാന്ന് പറയുന്നു. പക്ഷെ അതിൽ ഒരുപാട് പേര് അവെയർ ആവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടാമതൊരു മാസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ സ്റ്റുഡന്റ് PSW ഇല്ല. പക്ഷെ ഈ റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അബ്രോഡ് കൺസൾട്ടൻസീസ് ആയിക്കോട്ടെ എല്ലാരും ഇത് ഓപ്പൺ ആയിട്ട് പറയില്ല. ഈ കുട്ടികൾക്ക് ക്യാഷ് കിട്ടിയതിന് ശേഷം യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്ത് ടുവാർഡ്സ് കോഴ്സ് സെന്റ് ആണ് ഇവർ അറിയുന്നത് ഇനിയൊരു PSW ഇവർക്ക് ഇല്ല എന്നുള്ളത്. അപ്പൊ ആ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവെയർ ആവാത്തതും ഉണ്ട്. പിന്നെ ഒരുപാട് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള കോഴ്സുകളും ഉണ്ട്, സ്കോളർഷിപ്സ് ഒക്കെ ഫുള്ളി കിട്ടുന്നത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് റീസെർച്ച്, അത് അവര് ഞാൻ വന്നപ്പോൾ ഞാൻ അവെയർ ഉണ്ടായിരുന്നു. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി, പക്ഷെ ഒരു ലിമിറ്റഡ് എമൗണ്ട് മാത്രമേ സ്കോളർഷിപ്പ് കിട്ടിയുള്ളൂ. പക്ഷെ ഫുള്ളി സ്കോളർഷിപ്പ് കിട്ടുന്ന വെച്ചാൽ സ്കീംസ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ആൾക്കാർ അന്വേഷിച്ചിട്ട് വരികയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്സ്, കുറച്ചും കൂടെ ജോലി സാധ്യതയുള്ള കോഴ്സസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഞാനൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് നല്ല കോഴ്സ് വേറെ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. ഇവിടെ ഇതാണ് അവസ്ഥ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എന്നൊന്നും പറഞ്ഞു തരാനും ആരും ഇല്ല, അറിയില്ല. കുറച്ചും കൂടി അതിൽ റിസർച്ച് ചെയ്തിരുന്നെങ്കിൽ ഇനിയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കോഴ്സ് എടുക്കായിരുന്നു. അതല്ലെങ്കിൽ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയേനെ ജോബ് മാർക്കറ്റിൽ എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പൊ അത് മണ്ടത്തരം എന്ന് പറയാൻ പറ്റില്ല, അറിവില്ലായ്മ ആണ്. പറഞ്ഞു തരാൻ ആളില്ല. ഇപ്പൊ നമ്മൾ വന്ന ഏജൻസി ആയാൽ പോലും അവരും നമ്മളെ പ്രോപ്പർ ആയിട്ട് അതിൽ ഗൈഡ് ചെയ്യില്ല. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനൊരു കോഴ്സ് വേണം, അപ്പൊ നല്ലൊരു കോഴ്സ് വേണം. പക്ഷെങ്കിൽ എന്നാൽ നമ്മൾ അതിനെപ്പറ്റി ഫ്യൂച്ചറിൽ ഈ കോഴ്സ് പഠിച്ചാൽ എന്തായിരിക്കും, നമ്മൾ വൺസ് ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ചില്ല. അപ്പോൾ ഇനി വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾ വൺസ് ഇത് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾക്ക് ഇതിനൊരു ജോബ് സെക്യൂർ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ കൂടുതൽ അന്വേഷിച്ച് റിസർച്ച് ചെയ്തിട്ട് വേണം ഇനിയൊരു കോഴ്സ്. ഏജൻസി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പാത്താണ് UK വരാൻ വേണ്ടില്ല. അവര് അവരുടെ പണി വൃത്തിക്ക് ചെയ്തു. നമുക്കിവിടെ വരാൻ പറ്റി, പക്ഷേ കൂടുതലൊന്നും യൂസ് ഉണ്ടായില്ല. അത് നമ്മളാണ് റിസർച്ച് ചെയ്യേണ്ടത്. ഏജൻസി എന്ന് പറഞ്ഞാൽ അവരവരെ വർക്ക് ചെയ്യുന്നു. നമ്മൾ ഏജൻസിനെ സമീപിക്കുന്നത് കൺസൾട്ടേഷന് വേണ്ടിയല്ല. അവരുടെ എന്ന് പറഞ്ഞാൽ UK പോകണം, ഈ കോഴ്സാണ് വേണ്ടത്. അപ്പൊ അവരടുത്ത് പറയുമ്പോൾ അവർ ആ കോഴ്സ് അന്വേഷിച്ച് റെഫർ ചെയ്ത് കണ്ടുപിടിച്ച് നമ്മളെ UK ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ആ ഒരു സംഭവമാണ് ഏജൻസി. അപ്പൊ അവരുടെ പണി ചെയ്യുന്നു. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ UK ഓൾറെഡി വന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമോ. UK വന്ന ആൾക്കാർ എനിക്കൊന്ന് കുറച്ച് പേരെങ്കിലും പറയാം, കുറച്ചധികം പേര് പറയും UK വരണ്ട, വേറെ രാജ്യം നോക്കിക്കൂടെ, അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പൊ അവരെന്തുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ ഒരു റീസൺ ഒക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ബെറ്റർ ആവും. ഒരിക്കലും UK വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിലേക്ക് പോകുമെന്നല്ല. അതിനും ചാൻസ് ഉണ്ട്, രക്ഷപ്പെടാനും ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വൺസ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ജോലി കിട്ടിയില്ലെങ്കിലും സെറ്റിൽ ആകാൻ പറ്റില്ലെങ്കിലും UK പോലത്തെ ഒരു കൺട്രിയിൽ ഒരു മാസ്റ്റർ ഡിഗ്രി ഉണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ എക്സ്പീരിയൻസ്, ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും. പ്രൊഫഷൻ വൈസ് ആണെന്നുണ്ടെങ്കിലും പേഴ്സണൽ ലൈഫ് വൈസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് കൾച്ചർ, വേറെ കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകി, ഇതൊക്കെ ലൈഫിൽ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ വൺസ് പുറത്തു പോയി കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് ആണ്. അത് ഇവിടെ ഞാൻ വന്നതിന് ശേഷം ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ അത്രയ്ക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആയിരുന്നില്ലെങ്കിൽ വെച്ചോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഓക്കെ ഇതൊന്നും ഞാൻ ബോധമാവേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ വന്നു കഴിഞ്ഞാലും അങ്ങനെ ഒരു വ്യക്തി ഇവിടെ വന്നു കഴിഞ്ഞാലും അവൻ പിന്നെ റെസ്പോൺസിബിൾ ആകും. അവൻ ഡിസിപ്ലിൻഡ് അല്ല, അവനൊരു ഇന്ന കാര്യത്തിൽ ലൈഫ് ബിൽഡ് ചെയ്യുന്ന ആ ഒരു സ്ട്രഗിളും എന്താന്നൊക്കെ അതൊക്കെ ഫേസിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ UK സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ UK സർവൈവ് ചെയ്ത എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. അവരവരുടേതായ കഷ്ടപ്പാടും ആ ഒരു സ്ട്രഗിളും ആ ഒരു സാക്രിഫൈസ് എല്ലാം ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈഫ് എന്താണെന്ന് പഠിക്കും. ലൈഫ് UK ലൈഫ് എന്താണെന്ന് പഠിക്കും. അപ്പൊ അങ്ങനെ ഒരു സ്ട്രഗിളാണ്. പക്ഷെ ഇതിന്റെ നമ്മളിപ്പോ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഓക്കെ UK വെൽ സെറ്റിൽഡ് ആണ്, അവന് കാറുണ്ട്, അതെ, അതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഹാർഡ് വർക്ക് ഒക്കെ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറിനാണ് പൈസ കിട്ടുന്നത്. അപ്പൊ നമുക്കൊരു മണിക്കൂർ വെറുതെ ഇരിക്കാനൊന്നും ആരും സമ്മതിക്കുമെന്നില്ല. ഇപ്പൊ സ്റ്റുഡന്റ് ആയിട്ട് ആദ്യം വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി സ്റ്റുഡൻസ് ഒക്കെ ആദ്യം ഒന്നെങ്കിൽ കെയർ ഹോമിൽ പോകും അല്ലെങ്കിൽ വെയർ ഹൗസിൽ. ഈ രണ്ട് സ്ഥലങ്ങളിലാണെങ്കിലും ഒരു മണിക്കൂറിനും ഭയങ്കര പണിയായിരിക്കും, നമുക്ക് ചെയ്തു തീർക്കാനുള്ള ടാസ്ക് ഉണ്ട്. അതേസമയം വെയർ ഹൗസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോബോട്ട്സും മെഷീൻസും പണിയെടുക്കുന്ന പോലെ തന്നെ പണിയെടുക്കണം. ഒരു ബാക്കി ടൈം ഫുൾ വർക്കാണ്. അങ്ങനെ ഒരു സംഭവമാണ്. 12 hour ഷിഫ്റ്റ് ഒക്കെ ആണെങ്കിലേ നമ്മൾ
12 hour ഷിഫ്റ്റ് ആ ഒരു കമ്പനിയിലോ ആ ഒരു വർക്ക് പ്ലേസിലോ 12 hour നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ കുക്കൊക്കെ ചെയ്ത് കിടന്നുറങ്ങണം. പിന്നെ രാവിലെ ആ 2 മണിക്കൂർ പോകുമല്ലോ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്കിന്ന് സ്ലീപ്പിംഗ് ടൈം ഭയങ്കരമായിട്ട് ചുരുങ്ങും, സോഷ്യൽ ലൈഫ് ഭയങ്കരമായിട്ട് കുറയും. അതെ ഒരു 3 to 4 days വർക്ക് ചെയ്ത് പിന്നെ ഒരു 3 days ഒക്കെ നമുക്ക് ഓഫ് കിട്ടുവന്നിരിക്കട്ടെ. ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി ഉറങ്ങി തീർക്കും. പിന്നെ 2ാമത്തെ ദിവസം വീട്ടിലെ കുറച്ച് പണിയും പിന്നെ ഷോപ്പിങ്ങും അത് ഇതൊക്കെ ആയിട്ട് പോകും. പിന്നെ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും മിച്ചമുള്ളത്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസവും നമ്മൾ ചിലപ്പോൾ ഓവർ ടൈം എടുക്കണം. നമുക്ക് സർവൈവ് ചെയ്യാനുള്ളൂ, ബിൽസും അതും ഇതൊക്കെ പേ ചെയ്യണല്ലോ. എന്ന് പറഞ്ഞാൽ ഇവിടെ റെന്റിന് എടുത്തു കഴിഞ്ഞാൽ ഹൗസ് റെന്റ് കൊടുക്കണം, പിന്നെ അതുകൂടാതെ ടാക്സ്, ഇലക്ട്രിസിറ്റി ബിൽസ്, അത് അങ്ങനെ പിന്നെ ഫോൺ ബിൽസ്, അങ്ങനെ കുറെ ബിൽസ്, അങ്ങനെ കുറെ ഒരുപാട് ബിൽസിന്റെ കാറ്റഗറീസ് ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ മീറ്റ് ചെയ്യണം. അതെ, പിന്നെ ഒരു ദിവസം പണിക്ക് പോകാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഒരു സാധനം ഡൗൺ ആകുകയും ചെയ്യും. അങ്ങനെ ഡൗൺ ആയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് സ്കോറിനെ എഫക്ട് ചെയ്യും. എല്ലാവരും ലൂപ്പ് പോലെ കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ UK ഇപ്പൊ വണ്ടി എടുത്തു കഴിഞ്ഞാലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വണ്ടി ടാക്സ്, റോഡ് ടാക്സ്, ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ നമ്മൾ ഡൗൺ പേയ്മെന്റ് കൊടുക്കണം, മന്ത്ലി ഇൻഷുറൻസ് കൊടുക്കണം. പിന്നെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് മെയിൻ്റെനൻസും ഉണ്ട്. ഒരു 6000 മൈല് ആകുമ്പോഴേക്കും ആൾക്കാർ സർവീസിന് പോകുന്നുണ്ടല്ലോ. ആ സർവീസിന് പോകുമ്പോൾ പൈസ കൊടുക്കണം. MOT ടെസ്റ്റ് വർഷത്തിൽ ഒരിക്കലും വരുന്നുണ്ട്. ആ MOTയിൽ ഫെയിൽ ആകുന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ നമ്മൾ അപ്പോൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമുക്കതൊരു ബാഡ് ഇമ്പാക്റ്റ് ആണ്. അതെ പാസ്സാവില്ല. MOT ഫെയിൽ ആയി കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് ഒരു ബാഡ് ഇമ്പാക്റ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മളിപ്പോൾ ഏത് വണ്ടിയുടെ രജിസ്ട്രേഷൻ എടുത്ത് നോക്കിയാലും പാസ്റ്റിൽ MOT ഫെയിൽ ആണെങ്കിൽ അതിന്റെ വിലയും ഇടിയും, അവരതിന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ കേപ്പബിലിറ്റിയും കപ്പാസിറ്റിക്കും വെച്ചിട്ട് നമ്മൾ ഓരോന്ന് എടുക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ നമുക്കത് അടച്ചു തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം അത് എടുക്കുക. പിന്നെ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം എടുത്ത് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ തിരിച്ചടയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു സർക്കിൾ, ഒരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്. അതെ, വർക്കിന് പോവുകയാണെങ്കിൽ മാത്രമേ ഇതെല്ലാം കണക്ട് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പെടും. പിന്നെ അതൊക്കെ അപ്പാർട്ട് ഫ്രം ദാറ്റ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ UK ഒരു അടിപൊളി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പല ട്രഡീഷനും അതും ഇതും, പിന്നെ അതുകൂടാതെ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഹിസ്റ്റോറിക്കൽ പ്ലേസസ്, സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ക്യാമ്പിംഗ് ഉണ്ട്, അഡ്വഞ്ചർ സ്പോർട്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ലക്ഷറീസ് ആണ്. പക്ഷെ അതിന് നമ്മൾ ഒരു പ്രൈസ് കൊടുക്കണം. അതേപോലെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തവരാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. വിശ്വസിക്കാൻ പറ്റില്ല. നമ്മള് വരുന്ന സമയത്ത് മഞ്ഞ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു മഞ്ഞത്ത് ഫോട്ടോ എടുക്കണം, മഞ്ഞ് വരിന്ന് കളിക്കണം. പക്ഷെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അറിയുന്നത് കാണാനുള്ള സുഖം അനുഭവിക്കില്ല എന്നുള്ളത്. അതുപോലെ എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ് ആണല്ലോ. സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ടെമ്പറേച്ചേഴ്സ് ആയിരിക്കും, 25 to 30 ആയിരിക്കും. പക്ഷെ നല്ലൊരു വിന്റർ കഴിഞ്ഞ് ഈ ഒരു സമ്മറിലേക്ക് വരുമ്പോൾ പല ആൾക്കാർക്കും അത് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര. പക്ഷെ എനിക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇത്രയും ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിലും ഇവിടെ ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ എന്നാൽ പോലും ഒരു ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു സിറ്റുവേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം ചൂട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വല്ല ഹ്യൂമിഡിറ്റിയുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. നമ്മൾ ഈ നല്ലൊരു വിന്ററിന്ന് നേരെ സമ്മറിലോട്ട് ചാടുമ്പോ അത്രയും ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പൊ സമ്മർ ആണെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോ ഇന്ന് നല്ല മഴയായിരിക്കും, നാളെ രാവിലെ എണീക്കുമ്പോ മഴ പെയ്തതിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. വെയില് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ചിലപ്പോ പെട്ടെന്ന് നാളെ രാവിലെ വരെ പോകണ്ട, ഇന്ന് എഴുന്നേൽക്കുമ്പോ ഭയങ്കര വെയിലാണെങ്കിൽ ഉച്ചയ്ക്ക് ചിലപ്പോ മഴയായിരിക്കും, മഞ്ഞും പെയ്യുന്ന ഒരു അവസ്ഥയോടെ വന്നിട്ടുണ്ട്. ക്ലൈമറ്റ് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. പക്ഷെ വൺസ് ലൈഫ് ടൈമിൽ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഇതൊക്കെ. അതെ, ഇപ്പൊ UK അല്ല വേറെ ഏതെങ്കിലും ഒരു രാജ്യത്താണെങ്കിൽ പോലും ഒരു സ്റ്റുഡന്റ് പീരീഡ് നമ്മൾ പോകുമ്പോ ഒരുപാട് കാര്യങ്ങൾ പല ആൾക്കാരായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യണം, കോണ്ടാക്ട് ചെയ്യണം, സെൽഫായിട്ട് എങ്ങനെ ജോബ് കണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഇവിടെ തന്നെ സർവൈവിംഗ് സ്കില്ല് ഭയങ്കരമായിട്ട് കൂടും. നമ്മള് ഒന്നും അറിയാത്ത, ആരും അറിയാത്ത ഒരു കൺട്രിയിൽ ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ ഇത്രയും വർഷം സർവൈവ് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പൊ അതൊക്കെ ലൈഫിൽ ഒരു അസെറ്റാണ്, എക്സ്പീരിയൻസ് ഒക്കെ. അങ്ങനെ ഒരു ലൈഫാണ് മൊത്തത്തിൽ UK നടക്കുന്നത്. അപ്പൊ UK
ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്ന ഒരു സ്പേസുമാണ്. അതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് ലെവലിൽ നിന്നില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഭയങ്കര ഒരു ഡാർക്ക് സോണിലേക്ക് കൊണ്ടുവന്ന പ്ലേസുമാണ്. അപ്പൊ യുകെയിലേക്ക് വരുന്നവർക്കും എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. നിങ്ങൾ വയസ്സായിട്ട് ഡിസിഷൻ എടുക്കുക. റൂൾസ് ആൻഡ് റെഗുലേഷനിൽ നിന്ന് പ്രോപ്പർ റിസർച്ച് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ അറിയാൻ വേണ്ടി കുറച്ച് ആൾക്കാർ സംസാരിക്കുക. അപ്പൊ എന്തെങ്കിലും ഒരു കുറച്ച് ഐഡിയാസ് കിട്ടും. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് കയറി വരാതിരിക്കും. പ്രത്യേകിച്ച് ഇപ്പത്തെ റൂൾ ചേഞ്ചസും മാറി മാറി വരുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് എല്ലാം വെച്ചിട്ട് ബ്ലൈൻഡ് ആയിട്ട് കയറി വരുമ്പോ എങ്ങനെ സർവൈവ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ നാട്ടുകാരുണ്ട്, പരിചയക്കാരുണ്ട്, എന്തൊക്കെ പറഞ്ഞാൽ പോലും ഇവിടെ സർവൈവ് ചെയ്യേണ്ടതും ഇവിടെ നിൽക്കണോ വേണ്ടോ തീരുമാനിക്കേണ്ടതും നമ്മളാണ്. പ്രോപ്പർ റിസർച്ചും ഈ പറഞ്ഞ പ്രോപ്പർ ഐഡിയയോടുകൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ സർവൈവ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. അതെ, എന്തായാലും യുകെയുടെ ഇനി വരുന്ന കാര്യങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് നോക്കിയിട്ട് കണ്ടറിയാം. അതെ.